മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ സിപിഎമ്മിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് പ്രവർത്തകർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഡിസിസി പ്രസിഡന്റ് വി.എസ്. ജോയിയുടെ ശക്തമായ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഈ മണ്ണിൽ കൂടുതൽ കരുത്താർജിക്കുകയാണെന്ന് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. അമ്മിനിക്കാട് ഭാഗത്തു നിന്നും സിപിഎമ്മിന്റെ മുൻ നഗരസഭാ കൗൺസിലർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ 50ഓളം പേരാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം കോൺഗ്രസിന്റെ നയങ്ങളിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരുന്നത് പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തിയെയാണ് കാണിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ സിപിഎമ്മിന്റെ ദുർഭരണത്തിൽ മനം മടുത്താണ് സഖാക്കൾ പാർട്ടി വിടുന്നത്. വർഷങ്ങളായി സിപിഎമ്മിന്റെ കൊടി പിടിച്ച മുസ്തഫയെ പോലുള്ളവർ ഇന്ന് കോൺഗ്രസിന്റെ ഭാഗമായത് ഇടതുപക്ഷ കോട്ടകളിൽ വിള്ളൽ വീണതിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ ഏലംകുളം പഞ്ചായത്തിലും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലും UDF നേടിയ തിളക്കമാർന്ന വിജയത്തിന്റെ തുടർച്ചയാണിത്. ജനകീയമായ ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നും വി.എസ്. ജോയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ചുരുക്കത്തിൽ വി.എസ്. ജോയിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ കോൺഗ്രസ് പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. സിപിഎമ്മിന്റെ കുത്തക ഇല്ലാതാക്കി. ഇന്ന് മനോരമയിൽ അടക്കം വന്ന വാർത്തയിൽ സിപിഎമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന CPI എന്ന ഘടകകക്ഷി മുഖ്യമന്ത്രി ഒറ്റ ഒരുത്തൻ കാരണമാണ് സിപിഎം ഈ വിധത്തിലേക്ക് കൂപ്പുകുത്തിയതെന്നാണ് പറയുന്നത്. PM ശ്രീ പദ്ധതി അടക്കം ഗവർണർ കണ്ട് VC നിയമനത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒത്തുതീർപ്പ്, വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ട് വിലസിയതടക്കം CPI എടുത്തെടുത്ത് മുഖ്യമന്ത്രി വിമർശിക്കുകയാണ്. അതിനിടയിൽ അന്ന് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് 50 പേർ ഒറ്റയടിക്ക് കോൺഗ്രസിന് കൈകൊടുക്കുന്നത് കറകളഞ്ഞ 50 സഖാക്കൾ ഇന്ന് കോൺഗ്രസുകാരായി രാഷ്ട്രീയ മാറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. തീർച്ചയായും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കാലിക പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അത് തിരിച്ചറിഞ്ഞ് കുറെ ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്ന, മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനെ എതിർത്തിരുന്നവരും കോൺഗ്രസിനെ വെറുത്തിരുന്നവരൊക്കെ കോൺഗ്രസിന്റെ പ്രസക്തി മനസ്സിലാക്കി ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമാണ്. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ മുൻ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ, കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിരുന്ന മുസ്തഫാക്ക ഉൾപ്പെടെ, അമ്മിനിക്കാട് ഭാഗത്തു നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ തുടർന്നും കടന്നു വരും. ഏലംകുളം പഞ്ചായത്ത് ഉൾപ്പെടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എല്ലാം തൂത്തുവാരിയാണ് ഞങ്ങൾ വിജയിച്ചത്. ആ വിജയത്തിൽ കരുത്തു പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലും അതുപോലെ ഏലംകുളത്തൊക്കെ ഉണ്ടായ വിജയം, ഇതുപോലെ കൃഷ്ണേട്ടനെ, തീയാടിയിൽ കൃഷ്ണേട്ടനെ പോലുള്ള ആളുകൾ മുൻ കൗൺസിലർമാരാണ് പാർട്ടിക്ക് സഹായിച്ചത്. സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുമ്പിൽ നിന്നത് ഈ CPM-നെ അവസാനത്തെ ആണിയടിച്ച ആളുകൾ CPM-ൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരൊക്കെ ഈ പാർട്ടിയെ മടുത്തത് കൊണ്ടാണ് പാർട്ടിയുടെ ദുർഭരണവും പാർട്ടി നേതാക്കന്മാർ ഒരു പിടി ആളുടെ കയ്യിലാണ് ഈ പാർട്ടി. അവരത് ഭരണം കഴിഞ്ഞ 30 വർഷമായി പെരിന്തൽമണ്ണയിലെ ഭരണമൊക്കെ പാർട്ടി നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്ന് ജനങ്ങൾ ഒരു ജനകീയ ഭരണം ഇഷ്ടപ്പെട്ടാണ് UDF-നെ ഭരണം തിരിച്ചേൽപ്പിച്ചത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ടീം UDF ആയി ഞങ്ങൾ ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ വിജയം ഇവിടുത്തെ നല്ല യഥാർത്ഥ സഖാക്കൾക്ക് വരെ ഞങ്ങൾ അത് സമർപ്പിച്ചിട്ടുണ്ട്. ആ സഖാക്കളുടെ ഒക്കെ പിന്തുണയാണ് നാളെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൃഷ്ണേട്ടനെ പോലെയുള്ള നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പെരിന്തൽമണ്ണയിലുണ്ട്. അത് വരുന്ന ആളുകൾ, നിങ്ങൾക്ക് പല ആളുകളും പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക്